ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ കിഴക്കിന്റെ വെനീസ് എന്ന ഖ്യാതി നേടിയ ആലപ്പുഴയുടെ മണ്ണിൽ ഇതാ മാസ്മരികതയുടെ ലോകം നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ ഗ്യാസ്, അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു ആലപ്പുഴ ബീച്ചിന്റെ മണ്ണിൽ. ഓക്കെ ഗ്യാസ്, അപ്പോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റസി എന്ന് പറഞ്ഞ അവതാറിന്റെ ഒക്കെ ഒരു ചെറിയ സാങ്ങാണ് കാണുന്നത്. അത് വേറൊരു ലെവലാണ് കേട്ടോ. എല്ലാം ആർട്ടിഫിഷ്യൽ പൂവാട്ടോ, ആരും ഒറിജിനൽ ആണെന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്. ശരിയാ, തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ തൊട്ടുപോയതാണ്. ആരും പൂക്കളിൽ തൊടാൻ പാടില്ല. കണ്ട ഒറിജിനലാണെന്ന് തോന്നുന്നല്ലേ? എല്ലാ ആർട്ടിഫിഷ്യലാ. വേറെ ഈ പൂവിന്റെ സമയങ്ങളുണ്ട്, വേറെ പരിപാടികളുണ്ട്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ MDTVയുടെ മാത്രമല്ല നമ്മുടെ ആലപ്പുഴക്കാരുടെ ബീച്ച് ഫെസ്റ്റിവലൊക്കെ തുടങ്ങുന്നു. ബീച്ച് ഫെസ്റ്റിവൽ, അതായത് നമ്മുടെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ ഈവന്റ് ഉണ്ടല്ലേ, എക്സ്റ്റസി. അപ്പൊ നിങ്ങൾ ഗ്യാസ് കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ്. അത് കാരണം നമ്മുടെ ക്വാളിറ്റി ഒരു ഇത്തിരി കുറയും. കാരണം നമ്മളിപ്പോ നൈറ്റ് മോഡ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല അടിപൊളി സ്വൈപ്പാണ്. ഇവിടെ പ്ലാസ്റ്റിക് പൂവ്, ഇതും പ്ലാസ്റ്റിക് ഫിഷ് ആണ്. പിരാനയാന്ന് തോന്നുന്നു കണ്ടിട്ട്. തങ്കച്ചി, പിരാന വല്ലതും ആണത്? അതിട്ടാണോ? ഇത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഉള്ള ഷാർക്ക് അല്ലേ? ഇതെനിക്കറിയാം. നമസ്കാരം. കാർപ്പാണോ? ഒരാൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അക്വേറിയത്തിൽ വെക്കുന്ന ഷോ പീസ് ഒന്നും അല്ല ആള്. ഇത് എന്തുവാ ഇവന്റെ പേര്? പേരും കാര്യങ്ങളൊന്നും ഇല്ലേ? ഋഷിയെ പോലുണ്ടല്ലോ. സക്കറാണോ? തന്റെ ആൾക്കാർ പോണു. മൂന്നാളും കൂടെ എവിടെ പോവല്ലേ? ഇവരില്ലാത്ത കളികളില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അവതാറിന്റെ ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെയാണ്, എൻക്ലോഷർ ആണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ? മറ്റേ അതിന്റെ ബ്ലഡ് ടച്ച് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയോൺ എഫക്ട് വരുന്നത് കണ്ടോ ക്യാമറയ്ക്ക് നിങ്ങൾ? അതുപോലെ ഇത് പിരമിഡ് ആണ് ആക്ച്വലി. ഇത് ഞങ്ങള് തൃശ്ശൂർ മറൈൻ അക്വേറിയത്തിൽ പോയ സെയിം ഒരു എഫക്റ്റാണ്. ഇതുപോലൊരു സാധനം അവിടെയാണ്, എൻട്രൻസിൽ തന്നെ ഉണ്ട്. എല്ലാം കളർഫുൾ, ഓരോരോ കളേഴ്സ് ആണ് കേട്ടോ. ബ്രോ സ്റ്റാഫാണോ? ഏത് ഫിഷാണ് ഇത്? ടെട്രയോ? ടെട്ര. എല്ലാം ടെട്രയുടെ വേരിയന്റ് ആണോ? ഏകദേശം എത്ര ഫിഷ് ഉണ്ടാവും അതിനകത്ത് ഇപ്പൊ? ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. 2000 മുകളിൽ. 2000 ഉണ്ടാവും ഉണ്ടാവൂലേ? അല്ല, ഇതിന്റെ ബേസ് ലെവലിലുള്ള ആൾക്കാർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടേയിരിക്കും. മുകളിലുള്ള ആൾക്കാർ സ്ലോ മൂവിങ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ടെട്രയുടെ തന്നെ ഒരു യെല്ലോ ഓറഞ്ച് വെർഷൻ അടിക്കാം. ഇവിടെയും ദ സെയിം പ്രോസസ്. താഴത്തുള്ള ആൾക്കാർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടേയിരിക്കും. ഭയങ്കര ലൈറ്റാണ് ഗൈസ്, കണ്ണിലോട്ട് അടിക്കുവാണ്. അതുപോലെ തന്നെ അടിപൊളി ഭംഗിയുള്ളൊരു സാധനമാണ് കാണുന്നത്. കുട പോലെ നിൽക്കും. അപ്പുറത്താണ് അതിന്റെ പ്രോപ്പർ എൻക്ലോഷർ. നമ്മുടെ റോക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. റോക്കറ്റ് സ്പേസ് ഷട്ടിൽ. ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല.
അവർക്ക് അതിൽ പോരായ്മയായിട്ട് എന്താണെന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കേണ്ടതാണ് ആക്ച്വലി. ET എക്സ്ട്രാ ടെറിട്ടറീസ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ. ഡ്രങ്കനെ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ഡ്രങ്കൻജി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോക്കകത്ത് പറയാറില്ലേ, താൻ ഇവിടെ നിന്നുള്ള ആളല്ല, അന്യഗ്രഹ ജീവിയാണ് തൻ്റെ കൂട്ടുകാർ. നമ്മൾ അവതാറിന്റെ ആ ഒരു എൻക്ലോഷറിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിമനോഹരമായ ഒരു എൻട്രൻസ് ആണ്. പാൻഡോറ. ഗൈസ്, ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ ഭംഗി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ലൈറ്റ്സിന്റെ നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് ഗൈസ് ഈ ഒരു ലേസർ ലൈറ്റ്. മൊത്തം ലൈറ്റ് വർക്ക് അല്ല ഇറങ്ങി, കംപ്ലീറ്റ് ലൈറ്റിന്റെ പരിപാടിയാണ് മൊത്തം. ചാടി നോക്കിയതാണ്. ഐസ്ക്രീം ആണ് ഡ്രാഗൻജി, ഐസ്ക്രീം വേണോ? പറയൂ. പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞ സാധനം 5 പൈസ 10 പൈസ അല്ലടോ. മേടിക്കണെന്തേലും. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള മിഠായിണ്ടോ. ചെറിയൊരു എക്സ്പോ പരുവത്തിലുള്ള നമ്മുടെ എക്സ്റ്റസിയും അവതാറിന്റെ എല്ലാ പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് എക്സിറ്റ് ആയല്ലേ. അപ്പോൾ നമ്മുടെ പുറകിൽ നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ച്. കേസ് അപ്പോൾ നമ്മൾ ഇനി കയറാൻ പോണത് ആലപ്പുഴയിലൊരു ശരിക്കൊരു വണ്ടറാണ്. അതായത് കേരളത്തിലാക്കുള്ള മറൈൻ അക്വേറിയം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അത് നമ്മൾ കവർ ചെയ്തതാണ്. ഇത് നമ്മുടെ ആലപ്പുഴ മറൈൻ അക്വേറിയമാണ്. നല്ലൊരു ഫീലാണ്. ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 220 രൂപയാണ്. പക്ഷേ ആബ്സൊല്യൂട്ട് വർത്ത് ഫോർ യുവർ മണിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും ആളാ.
കശുവിന്റെ റോസ്റ്റ് കാണുമ്പോ മേടിച്ചാൽ തോന്നുമ്പോ കഴിക്കാം. എത്ര കിലോ? എത്ര കിലോ 1000, 100 ഗ്രാം 100. കഷ്ടപ്പെട്ട കാശിന് ഇഷ്ടപ്പെട്ട സാധനം. ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ എന്തുവാണ്? ഇത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പടവലങ്ങ, കടച്ചക്ക, കായ, സ്വീറ്റ് പൊട്ടാറ്റോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഐറ്റംസ് നാളെ രാവിലെ വരാനുണ്ട്. അതെ, പാവയ്ക്ക, അണ്ടിപ്പരിപ്പ്. കിലോ 1000 രൂപ. കശുവിന്റെ റോസ്റ്റാണ്. നാളെ വരും. MDTV മലയാളം. ചേട്ടൻ കന്നിമാങ്ങയാണ്. കന്നിമാങ്ങ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അതെ, അവിടുന്നൊക്കെ തട്ടിവിടാണ്ടില്ലേ? ആ നെല്ലിക്ക, തേൻ നെല്ലിക്ക, തേനെല്ലിക്ക് എത്ര? 20 ആക്കിലാനാണ് ഏറ്റവും കുറവ്. ഏറ്റവും കുറഞ്ഞ ആക്കിലാനാണ്. അതിനെ കുറച്ചുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ദാഹം തീർക്കാൻ വേണ്ടി നമ്മുടെ താവളത്തിൽ എത്തിക്കഴിഞ്ഞു. യെസ്, ഇതിനടുത്തെത്തിയപ്പോൾ ദാഹം കൂടിയോ എന്നൊരു സംശയം. സോമേശ്വര ടങ്ങൻജി, എന്ത് വേണമെന്ന്? പെഗും ബീറും ആയല്ലേ? നമ്മുടെ സ്വന്തം ആളാണ് കൗണ്ടർ. അവിടെ വേണ്ടോ? ഏത് മേടിക്കണം? വന്നിട്ട് ചോദിക്കുമ്പോൾ സാധാരണ സാധനങ്ങളെല്ലാം പറയാം. MCB, MC വിസ്കി, ഹണി ബി. ഞങ്ങളെ മറ്റേ പുള്ളിക്കാരൻ നമ്മൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ വരണമെന്ന് ഞാൻ പറഞ്ഞു, വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ എന്തുണ്ട് കഴിക്കാനുള്ള ഫുഡല്ല, സോറി, കുടിക്കാനായിട്ട്? ഏതാണോ? ബിയർ മതി, എനിക്കൊരു ബിയർ മതി. 2 പെക്കടി. അതെ. എന്താണ് അന്നേ ഏതാ പെഗ്? പെഗ്ഗെല്ലാം നമ്മൾ അടിച്ചതാ, കുഴപ്പമില്ല. ചേട്ടാ റമ്മാണോ? റമ്മ് വേണ്ട, വേറെ വൈറ്റ്. ആ പിന്നെ മാജിക്കിന് പോയിട്ട് മാജിക്ക് മതി. അപ്പൊ 2 പേർക്ക് പിന്നെ ബിയർ ഏതാണ്? ഉണ്ട്, കിങ്ഫിഷർ ഉണ്ട്, ബഡ്വൈസർ മാഗ്നം, പിന്നെ നോക്കൗട്ട് അങ്ങനെയുള്ള എനിക്ക് വേണ്ട ബഡ്വൈസർ തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ പണി ഒരു ബഡ്വൈസർ, എനിക്ക് മാജിക് വേണ്ടി. പിന്നെ സ്നാക്സ് എന്താ ഉള്ള? ക്യാഷ് മിച്ചം, ക്യാഷ് 2 ക്യാഷ് കൊടുക്കും, കുറച്ച് മിച്ചം. മാജിക് 2 പറ്റും, ഒരു ബഡ്വൈസർ. മാഗ്നല്ലേ സോഡ വേണം, പിന്നെ സോഡ ഐസില്ല. അതെ, സാധനം ദാഹശമിനി എത്തിയല്ലേ? അതെ, പുള്ളിക്കാരൻ എപ്പോഴും മാജിക് ആണ്. ഒരെണ്ണം അവിടെ തന്നെ തീർന്നു പോയി. പക്ക അവിടെ വല്ലതും ഉണ്ടോ? വേണ്ട, ബീഫ് കഴിക്കത്തില്ല, വേണ്ട. അതൊക്കെ വേണ്ട, ഇതൊക്കെ മതിയേണ്ട. മതിയേണ്ട. ബിയറിന് വേറെ ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ, ഈ ഗ്ലാസ് തന്നെയല്ലേ? ഓക്കെ. എനിക്ക് വെള്ളമാണ് സോഡയാണോ? ഓക്കേടാ. എന്തുവാ വലിയ ഐസ് നോക്കി കരയുവാണോ? സയാമീസ് ആ തൊടുന്നതെല്ലാം സയാമീസും പ്രിയാമീസും ഒക്കെ ആണല്ലോ. അതിൽ സോഡ പോരാ.
എൻ്റെ ക്ലാസ്സിൽ. അപ്പൊ കാശ് എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഞാൻ ബിയർ തുടങ്ങാന്നാണ് കരുതിയത്. പക്ഷേ എന്നിരുന്നാലും ഒറ്റ ഗ്ലാസ് ഉണ്ടായിട്ട് 2 ഗ്ലാസ് പുള്ളിക്കാരെ കൊണ്ടുവന്ന് നല്ലടോ. ഏറ്റവും തിരിച്ചു പറഞ്ഞു വിട്ടു. ഇവിടുത്തെ സപ്ലൈസ് എന്ന് പറയുമ്പോൾ വന്ന് കയറുമ്പോൾ ചോദിക്കുന്നത് ബ്രാൻഡി പൈന്റ് അല്ലെ, റമ്മ് പൈന്റ്, എല്ലാം പൈന്റ് ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ പെഗ്ഗായിട്ട് ആരും അടിക്കാറില്ല, ഗ്രൂപ്പായിട്ട് ലോക്കൽ ബാറായത് കാരണം മേടിച്ച് വന്ന് കുട്ടിക്കണക്ക് എല്ലാവരും മേടിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സാധനം ചെല്ലുമ്പോഴുള്ള സുഖം ഒന്ന് വേറെയാണ്. ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയൊക്കെ പ്രഹസനമായിരിക്കുമല്ലേ. ആ നമ്മൾ അണ്ണം വരുന്നുണ്ട് ചേട്ടാ. മുഖം കാണിക്കത്തില്ല, മുഖം വരത്തില്ലെന്ന്, മുഖം കാണിക്കത്തില്ലെന്ന്. ചേട്ടാ ചേട്ടാ ഒരു മാജിക് മൊമെന്റ്സ് കൂടെ, ഒരു പേക്ക് കൂടെ. ഓക്കെ കേസ്, അപ്പൊ അടുത്ത റൗണ്ട് മാജിക് മൊമെന്റ്സ്. പക്ഷേ ഇത് ഇവിടെ അല്ല ഇതിന്റെ സ്ഥാനം, ഇതിന്റെ സ്ഥാനം ഇവിടെ അല്ല, ഇതിന്റെ സ്ഥാനം എന്താ ഇവിടെയാണ്. അപ്പൊ ആദ്യത്തെ അടിച്ചിലാണ് ഇവര്. അടുത്ത ഡ്രൈ അടിക്കണോ, അതിന്റെ പുറകെ അടുത്ത് ഡ്രൈ അടി. ഇതെന്താണ് എല്ലാം വാരി വെതറ ഇട്ടേക്കുന്നത് പുറത്ത്? പൊടിയാ പൊടിയാ. അപ്പൊ കളർഫുൾ ചിയേഴ്സ്. ഡ്രങ്കൻജി എം ഡിക്കാണ് ഒഴിക്കുന്നത്, ഡ്രങ്കൻജിക്കല്ല. ചിരി പൊഞ്ചിരി. ആ ബാക്കി അതിനകത്ത് ഒഴിക്കണോ, കോമഡി ആയിരിക്കും. അത് മതിയായിട്ട് വെച്ചതല്ല, ഫൈനൽ റൗണ്ടിലേക്ക് വെച്ചതല്ലേ. ഒരാളെ കുടിപ്പിക്കാൻ എന്ത് ഉത്സാഹം. പുതിയൊരു വീഡിയോയുമായി നമ്മുടെ ഇനി ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ അടുത്ത് വരികയാണ്. അത് ഏത് രീതിയിലാവുമെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ്. നല്ല സ്ഥലത്താ ചിയേഴ്സ്.